ഹായ് ഓൾ. നമ്മൾ ഡിപ്ലോമ എക്സാമിനേഷന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ 3 പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ എക്സാമിന് 1 വേർഡിന് ചോദിച്ച ക്വസ്റ്റ്യൻസും, പാർട്ട് ബിയിൽ എക്സാമിന് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ പാർട്ട് സിയിൽ എക്സാമിനേഷന് 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് 2ൽ 75 മാർക്കാണ് ടോട്ടൽ എക്സാം നടക്കാറ്. 3 മണിക്കൂർ സമയം ഉണ്ടാവും. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആണ് 3 പാർട്ടുകളായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, പാർട്ട് ബിയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, പാർട്ട് സിയിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവാറ്. അങ്ങനെ ടോട്ടൽ 75 മാർക്കിനാണ് എക്സാം നടക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും, കഴിഞ്ഞ വർഷം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കഴിഞ്ഞ വർഷം നമ്മളെ 1ാമത്തെ മൊഡ്യൂൾ 1ൽ ചോദിച്ചിട്ടുള്ള മൊഡ്യൂൾ 1 എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് സൈൻ എക്സ്. അതായത് ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പൊതുവേ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത് മടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇവാലുവേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. അത് ഡിറ്റർമിനൻറ്റ് വരും, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഒന്നുമില്ല, നമ്മളെന്താ ചെയ്യുക അറിയാം? ആ സൈൻ എക്സ് അല്ലേ, നമ്മൾ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യും? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇനി ഒരു മൈനസ് എന്ത് ചെയ്യും? സെൻട്രലിടും. പിന്നെ ഈ കോസ് എക്സ് ഇൻറ്റു പിന്നെ മറ്റേ ഡയഗണലായിട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലേ. എന്ത് ചെയ്യാറ്? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ചെയ്യാം, ക്രോസ് ആയിട്ട് ചെയ്യാം. പിന്നെ മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ത് വരിക? സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മൈനസ് ഉണ്ട്, അതുപോലെ തന്നെ മൈനസ് കോസ് എക്സിന് മൈനസ് ഉണ്ട്. ആ 2 മൈനസും ചേർന്ന് എന്താവും? പ്ലസ് ആയി മാറും. പിന്നെ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുമടുത്തൊരു ഇക്വേഷനാണ്. എന്താണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക? നമുക്കറിയാം ആൻസർ എന്താണ്? 1 അല്ലേ. കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ട്രിഗണോമെട്രിയിൽ കണ്ട ഒരു ഇക്വേഷനാണ് എന്ത്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണെന്നുള്ളത്. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 1. ഇതാണ് ആൻസർ 1 എന്ന് കിട്ടും അല്ലേ. അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗത്തും ചോദിക്കാറില്ല, എപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇവാലുവേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഒരു ഡിറ്റർമിനൻറ്റ് തരും, ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഫൈൻഡ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു ഡിറ്റർമിനൻറ്റ് തരും, എക്സ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എക്സ് 12 3x ഈക്വൽ ടു 0 തരും. അത് ഡിറ്റർമിനൻറ്റ് വാല്യൂ തരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഫൈൻഡ് എക്സ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 തരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എക്സാമിന് ചോദിക്കുക, 1 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇതുപോലെ ഇതുപോലെ ചോദിക്കാറുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം? സാധാ പോലെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് സ്ക്വയർ അല്ലേ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ. എക്സ് ഇൻറ്റു എക്സ് പിന്നെ മൈനസ് പിന്നെ എന്തുണ്ട്? 3 ഇൻറ്റു 12 എക്സ് ഇൻറ്റു എക്സ് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, 3 ഇൻറ്റു 12 പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 36 ആണ്, അല്ലെങ്കിൽ 36 ആണ്. അപ്പോൾ ഈ ഈക്വൽ ടു വാല്യൂ നമുക്കറിയാം, ഡിറ്റർമിനൻറ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 0 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 36 ഈസ് ഈക്വൽ ടു 0 എന്നാണെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ 36 അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ. അല്ല ചെയ്യാറിയോ? 0ൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മൈനസ് ഉള്ള 36 അവിടെ എത്തുമ്പോൾ എന്തായി മാറണം? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ എന്ത് വരും? 36 വരും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, സ്ക്വയർ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ റൂട്ട് എടുക്കും. റൂട്ട് 36 പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 6. -6 വരാം, അല്ലെങ്കിൽ +6 വരാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? പ്ലസ് ഓർ മൈനസ് 6 ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് സ്ഥലത്ത് നിന്ന് 1 മാർക്കിന് ചോദിക്കാൻ വേണ്ട ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? ഒന്നെങ്കിൽ ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ്, ഒരു ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ് വാല്യൂ തരും, എന്നിട്ട് അതിന് എന്ത് ചെയ്യാം? ഫൈൻഡ് എക്സ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിൽ 1 മാർക്കിന് ചോദിക്കും. ഈ 2 ക്വസ്റ്റ്യൻസാണ് പൊതുവെ ചോദിക്കാറ്. ഒന്നെന്താണ്? ഇവാലുവേറ്റ്, അല്ലെങ്കിൽ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ഒരു ഡിറ്റർമിനൻറ്റ് വാല്യൂ തരും, എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് ഫൈൻഡ് എക്സ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം.
ഈ 2 ക്വസ്റ്റ്യൻസാണ് ഡിറ്റർമിനൻ്റ് ഭാഗത്തു നിന്ന്, അതായത് മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്തായാലും പഠിക്കുക. എന്താണ് ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ക്രോസ് ചെയ്യുക, ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇപ്പോൾ സൈൻ എക്സ് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 1 2 3 4 ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? 1നെ 4 ആയിട്ട് ഗുണിക്കുക. 1 × 4 മൈനസ് പിന്നെ 3 × 2 എത്ര വരിക? 1 × 4 പറഞ്ഞാൽ 4, 3 × 2 പറഞ്ഞാൽ എത്രയാണ്? 6. ആൻസർ തരിക -2. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക, ഒരു മാർക്കിന് ചോദിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യുക? നമുക്കൊരു മാർക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മെട്രിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ക്വസ്റ്റ്യൻ മെട്രിക്സ് എന്നാണ്, ഡിറ്റർമിനൻ്റ് കഴിഞ്ഞ് മെട്രിക്സ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ എ എന്ന മെട്രിക്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബി എന്ന മെട്രിക്സ് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കുന്നത് എ പ്ലസ് ബി ആണ്. എയും അറിയാം, ബിയും അറിയാം, എങ്കിൽ എ പ്ലസ് ബി. സിമ്പിളായ ഒരു കാര്യമാണ്. എ പ്ലസ് ബി എന്ന മെട്രിക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, 2 മെട്രിക്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ മക്കളെ നോക്ക്, സിമ്പിളായൊരു കാര്യമാണ്. എ എന്ന് പറഞ്ഞത് എന്നാൽ എ സീക്കൽ എത്രയാണ്? നമുക്കറിയാം 0 0 2 1 ആണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 7 4 8 ആണ് അല്ലേ? 2 മെട്രിക്സ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? എ പ്ലസ് ബി. എക്സാമിന് എന്തായാലും എ പ്ലസ് ബി ചോദിക്കുക, അല്ലെങ്കിൽ എ മൈനസ് ബി ചോദിക്കുക. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക മക്കളെ? എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെ 0, ഇവിടെ 0 അല്ലേ? 0 ആണ്. ഇപ്പോൾ 0 C11 പൊസിഷനിൽ 0 ആണ്. ഇവിടുത്തെ C11 പൊസിഷനിൽ ഏതാണുള്ളത്? ഇതിൻ്റെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻ്റ് ഏതാണ്? ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിൽ ആദ്യത്തെ എലമെൻറ്റ് എന്താണ്? 3 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവിടെ 0 അല്ലേ? ഇവിടെ എത്രയാണ്? 7 അല്ലേ? അപ്പോൾ 0 + 7. ഇവിടെ 2 അല്ലേ? ഇവിടെ 4 അല്ലേ? 2 + 4. ഇവിടെ 1 അല്ലേ? ഇവിടെ 8 അല്ലേ? 1 + 8. അപ്പോൾ എന്ത് ചെയ്യേണ്ട? ഒരു പ്രശ്നമില്ല. എന്താണ്? എയും ബിയും തന്നു, 2 മെട്രിക്സ് തന്നു കഴിഞ്ഞു. ഇനി 3 മെട്രിക്സ് ആയിക്കോട്ടെ, എത്ര മെട്രിക്സ് ആയാലും ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനിൽ ഇരിക്കുന്ന എലമെൻറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എത്ര ആൻസർ വരും നമുക്ക്? 0 + 3 3 എന്ന് വരും. 0 + 7 എന്ന് പറഞ്ഞാൽ 7 വരും. 2 + 4 പറഞ്ഞാൽ 6 വരും. 1 + 8 പറഞ്ഞാൽ 9 വരും. അപ്പോൾ എന്തായി? എ പ്ലസ് ബി ടി. ഒരു മാർക്കിന് മെട്രിക്സിൻ്റെ ഭാഗത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെങ്കിൽ ഫൈൻഡ് എ പ്ലസ് ബി, എയും ബിയും തരും, എ പ്ലസ് ബി ഞാൻ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ എ മൈനസ് ബി. ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് എ മൈനസ് ബി ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് പൊസിഷനിലെ എലമെൻറ്റ്സ് എന്ത് മൈനസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ 0 - 3 0 - 7 2 - 4 1 - 8. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? മെട്രിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ചോദിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ എന്താവാം? എ മൈനസ് ബി ചോദിക്കാം. അതല്ലെങ്കിലാണ് എന്ത് ചെയ്യും? 3a 4a എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. 3a 4a അല്ലെങ്കിൽ 5a അങ്ങനെ എന്ത് ചെയ്യും? ചോദിക്കും. അപ്പോൾ അതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്. എ പ്ലസ് ബി സിമ്പിളല്ലേ? എ മൈനസ് ബി സിമ്പിളാണ്. അതുപോലെ അതിനെക്കാളും എളുപ്പമാണ് എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മാർക്ക് എന്ത് ചെയ്ത് മിസ്സാവില്ല. അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ അല്ലെങ്കിൽ ഫൈൻഡ് എക്സ്. ഇതാണെങ്കിൽ എ ബി തരും, ഒരു എ പ്ലസ് ബി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. ഇപ്പോൾ രണ്ടും എന്താണ്? എളുപ്പമുള്ളൊരു ഭാഗമാണ് അല്ലേ? രണ്ട് ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാം? വരാവുന്ന ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണിത്. ഇത് കൂടുതൽ എക്സാമിന് എന്ത് ചെയ്യില്ല? ഒരു മാർക്കിന് വരാറില്ല. എ പ്ലസ് ബി, എ മൈനസ് ബി, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ എ ബി ചെറിയ 2 മെട്രിക്സ് എന്നിട്ട് എ ബി അല്ലെങ്കിൽ ബി എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 2 മൾട്ടിപ്ലൈ എന്നൊക്കെ പറയും. ഒക്കെ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് എന്ത് ചെയ്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ഇനി കഴിഞ്ഞ വർഷം മൂന്നാമതായി ചോദിച്ച ക്വസ്റ്റ്യൻ എന്ത്? എ = മെട്രിക്സ് 1 4 3 2 1 6 -1 2 0 ഫൈൻഡ് 3a. അതായത് എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിന് എന്ത് ചെയ്യണം? 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് എന്ത് ചെയ്യണം? നമുക്ക് എഴുതണം. അപ്പോൾ എ എന്ന മെട്രിക്സ് എത്രയാണ്? നമുക്കറിയാം 1 4 3 2 1 6 -1 2 0. എളുപ്പമാണ് മക്കളെ. എന്താ ചെയ്യേണ്ടത്? 3a അല്ലേ? 3 എന്ത് ചെയ്യുക? അതുപോലെ തന്നെ എഴുതുക. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 4 3 2 1 6 -1 2 0 അല്ലേ? 3 എന്ന് പറഞ്ഞാൽ അതുപോലെ എഴുതുക. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 4 3 2 1 6 -1 2 0. എന്താണ്? ഒന്നും ചെയ്യേണ്ട. എല്ലാത്തിനും ഇവരുടെ എല്ലാ എലമെൻറ്റ്സിനെയും 3 ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 3 4 ×
3, 3 ഇൻറ്റു 3, 2 ഇൻറ്റു 3, 1 ഇൻറ്റു 3, 6 ഇൻറ്റു 3, -1 ഇൻറ്റു 3, 2 ഇൻറ്റു 3, 0 ഇൻറ്റു 3. ഓക്കെ, 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 3 ആണ്. 4 ഇൻറ്റു 3 അല്ലെങ്കിൽ 4 ഇൻറ്റു 3 പറഞ്ഞാൽ 12, 3 ഇൻറ്റു 3 9, 2 ഇൻറ്റു 3 6, 1 ഇൻറ്റു 3 3, 6 ഇൻറ്റു 3 18, -1 ഇൻറ്റു 3 -3, 2 ഇൻറ്റു 3 6, 0 ഇൻറ്റു 3 0 അല്ലേ? അപ്പോൾ ആൻസർ എത്രയാണ്? 3 12 9 6 3 18 -3 6 0. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ് എന്ത് ഇനി 5 ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചോദിച്ച് 5 ചെയ്യുകയായിരുന്നെങ്കിലോ 5 ഇൻറ്റു എന്ത് ചെയ്യാം? ആ മെട്രിക്സ് എഴുതുക. എന്നിട്ട് എല്ലാ എലമെൻസിനും എന്ത് ചെയ്യാം? 5 ആയിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് ചോദിച്ചിട്ടുള്ളത് അതായിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് എന്ത് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കാം. വൺ വേർഡിന് ഒന്നാമത്തെ മൊഡ്യൂളിന് ചോദിച്ച് കണ്ടിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? നമുക്ക് A-B 2 മെട്രിക്സ് തരും, A+B അല്ലെങ്കിൽ A-B, അല്ലെങ്കിൽ മെട്രിക്സ് തരും. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ഏതെങ്കിലും കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 4 5 എന്തെങ്കിലും കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതും പഠിച്ചു. പിന്നെ ഡിറ്റർമിനൻ്റ് ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഒരു ഡിറ്റർമിനൻ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കണ്ടെത്തുക. പിന്നെ ഡിറ്റർമിനൻ്റ് വാല്യൂ തന്നിട്ട് എങ്ങനെയാണ് അതിൽ ഒരു എലമെൻറ്റ് നമുക്കറിയില്ല എക്സോ വൈ ആയിട്ട് തരും. എന്ത് ചെയ്യുക? എക്സോ വൈ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മാർക്കിന് ഈ പാഠത്തിന് ചോദിക്കുള്ളൂ. ഇതേ എന്ത് ചെയ്യുള്ളൂ? എക്സാമിന് ചോദിക്കുള്ളൂ. ഇത് കൂടുതലൊന്നും എന്ത് ചെയ്യില്ല, ഒരു മാർക്കിന് ഈ പാഠത്തിന് ചോദിക്കില്ല. പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 3 മാർക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കിട്ടും സിമ്പിളായിട്ട്. നാലാമതായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് വെക്റ്റർ എന്നാണ് അല്ലേ? PQ പറഞ്ഞ വെക്റ്ററാണ്. ഫൈൻഡ് ദ വെക്റ്റർ PQ വേർ P ഈസ് ദ പോയിൻറ്റ് 1 2 3 ആൻഡ് Q ഈസ് ദ പോയിൻറ്റ് 3 5 6. അതായത് P എന്ന പോയിൻറ്റും Q എന്ന പോയിൻറ്റും നമുക്ക് തന്നിട്ടുണ്ട്. P എന്ന പോയിൻറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ Q എന്ന് പറഞ്ഞ പോയിൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ PQ എന്ന് പറഞ്ഞ വെക്റ്ററാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടെത്തേണ്ടത്. P എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിൻറ്റും Q എന്ന് പറഞ്ഞാൽ ടെർമിനൽ പോയിൻറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പോയിൻ്റ് ആക്കിയിട്ട് എഴുതാം. P പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് x1 y1 z1 എടുക്കുകയെന്നുണ്ടെങ്കിൽ Q എന്താവും? x2 y2 z2, x2 y2 z2. നമുക്ക് എന്ത് ചെയ്യണം? PQ കണ്ടെത്തണം. നമുക്കറിയാം എന്ത് ചെയ്യേണ്ടത്? ക്യൂവിൽ നിന്ന് P എന്ത് ചെയ്താൽ മൈനസ് ചെയ്താൽ മതി. എന്ത് ചെയ്യേണ്ടത്? പോയിൻറ്റ്സ് x2 - x1 i വെക്റ്റർ ആകുമ്പോൾ i പ്ലസ് പിന്നെ y2 - y1 j പ്ലസ് z2 - z1 k അല്ലേ? അപ്പോൾ x1 എന്ത് വരിക? x1 എത്രയാണ് തന്നിട്ടുള്ളത്? 3 ആണ്. ക്യൂവിൽ എത്രയാണ്? x2 എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 - 1 i പ്ലസ് y2 എത്രയാണ്? 5 - 2 പിന്നെ j പ്ലസ് z2 എത്രയാണ്? 6 - 3 k. അപ്പോൾ എന്താ വരിക? 3 - 1 പറഞ്ഞാൽ 2i പ്ലസ് 5 - 2 പറഞ്ഞാൽ 3j പ്ലസ് 6 - 3 പറഞ്ഞാൽ 3k. അപ്പോൾ ആൻസർ എന്താണ്? 2i പ്ലസ് 3j പ്ലസ് 3k. ഓക്കെ, ഇപ്പോൾ 2 പോയിൻറ്റ് പിയും ക്യൂ ആണ്, 2 പോയിൻ്റ് തന്നു. പോയിൻ്റ് എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളോട് PQ എന്ന് പറഞ്ഞുള്ള വെക്റ്റർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യേണ്ടത്? ഒന്നുമില്ല, ക്യൂവിൽ നിന്ന് എന്ത് ചെയ്യുക? P മൈനസ് ചെയ്യുക. അതായത് നമുക്കറിയാം PQ എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് P x1, y1, z1 Q എന്ന് പറഞ്ഞാൽ x2, y2, z2 എന്നാണെങ്കിൽ PQ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x2 - x1 i പ്ലസ് y2 - y1 j പ്ലസ് z2 - z1 k എന്നായിരിക്കും. അങ്ങനെയെങ്കിൽ x2 എന്ന പോയിൻ്റിൽ നിന്ന് x1 എന്ന പോയിൻ്റ് കുറക്കുക, i ഇടുക. y2 - y2 നിന്ന് എന്ത് ചെയ്യുക? y1 കുറക്കുക, j ഇടുക. z2 - z1 കുറക്കുക, k ഇടുക. അപ്പോൾ ആൻസർ തരും 2i പ്ലസ് 3j പ്ലസ് 3k. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വെക്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇനി എന്ത് ചെയ്യുക? ആവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. അതും വെക്റ്റർ തന്നെയാണ്. അതും എന്താണ്? എല്ലാ പ്രാവശ്യം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ്. എന്ത്? ലെങ്ത് ഓഫ് ദ വെക്റ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ വെക്റ്റർ A ഈസ് ഈക്വൽ ടു 2i - 3j പ്ലസ് k. അപ്പോൾ ലെങ്ത്ത് എന്താണ്? അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത്? മാഗ്നിറ്റ്യൂഡ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്റർ.
രണ്ടായാലും എന്താണ് ചിലപ്പോൾ എക്സാമിന് മാഗ്നിറ്റ്യൂഡ് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് ലെങ്ത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ വെക്റ്റർ നമ്മൾ എഴുതി വെക്റ്റർ എ ഈസ് ഈക്വൽ ടു നമ്മളെ വെക്റ്റർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ് എന്ത് നമ്മൾ വെക്റ്റർ എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇത് തന്നെയാണ് എന്ത് അതിന് ലെങ്ത്ത് പറഞ്ഞാലും. ഓക്കെ, ക്വസ്റ്റ്യൻ അപ്പോൾ ലെങ്ത്ത് ഉണ്ടാവും അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. രണ്ടായാലും എന്താണ് സെയിം സാധനം. എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു എന്താ വരിക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇവിടെ എന്താണ് വെക്റ്റർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2i മൈനസ് 3j പ്ലസ് കെ എന്നാ. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിൻ്റെ എലമെൻറ്റ് ഇവിടെ എന്താ? ഐയുടെ കോഫിഷ്യൻ്റ് ഇവിടെ എന്താ? 2 ആ. അപ്പോൾ 2 സ്ക്വയർ. ഇനിയോ പ്ലസ് ഇടുക. വൈയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? അല്ലെങ്കിൽ ജെയുടെ കോഫിഷ്യൻ്റ് എന്താ? -3 ആ. അപ്പോൾ -3 സ്ക്വയർ. അല്ലെങ്കിൽ സെഡിൻ്റെ അടുത്ത് എന്താ? സെഡ് കെ എന്നല്ലേ? അപ്പോൾ സെഡ് എന്താണ് ഇവിടെ? കെയുടെ അടുത്തൊന്നുമില്ല. അപ്പം എന്താ വരിക? 1 സ്ക്വയർ വന്നു. അപ്പോൾ ആൻസർ എന്താ വരിക? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് -3 സ്ക്വയർ എന്നാൽ -3 ഇൻറ്റു -3 അല്ലേ? രണ്ട് നെഗറ്റീവാണ്, അപ്പോൾ പോസിറ്റീവായി മാറും. 3 ഇൻറ്റു 3 9. അപ്പോൾ 9 പ്ലസ് 1 എത്ര വരിക? 9 പ്ലസ് 1 10. 10 4 14 റൂട്ട് 14. അപ്പോൾ അതാണെന്ത് അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഇപ്പോൾ എക്സാമിന് അപ്പോൾ എന്താവും? ലെങ്ത്ത് ചോദിക്കും അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചോദിക്കും. മാഗ്നിറ്റ്യൂഡ് അല്ലേ? ലെങ്ത്ത് ആയാലും മാഗ്നിറ്റ്യൂഡ് ആയാലും എന്താണ്? മോഡ് എ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ഒരു വെക്റ്റർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താവും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിരിക്കും. ഉറപ്പല്ലേ? എളുപ്പമല്ലേ? എന്തായാലും പഠിക്കട്ടോ. അപ്പോൾ ലെങ്ത്തും മാഗ്നിറ്റ്യൂഡൊക്കെ എന്ത് ചെയ്യും? എക്സാം ചോദിക്കും. അപ്പോൾ കൃത്യമായി എഴുതണം. എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം. പിന്നെ ഈ ഭാഗത്തു നിന്ന് ഒരു മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? എ ഡോട്ട് ബി. വെക്റ്റർ എന്ന് ചോദിക്കുക എന്താ? എ ഡോട്ട് ബി. ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ചോദിക്കും. രണ്ട് വെക്റ്റർ തരും. രണ്ട് വെക്റ്റർ തന്നിട്ട് ഇപ്പോൾ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ് ചോദിക്കുക. ബി എന്ന് പറഞ്ഞ വെക്റ്റർ പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ ആണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്ത് ചെയ്യും? ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഐയുടെ കോഎഫിഷ്യൻസ് തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. എന്താ വരിക? എക്സ് ഇൻറ്റു പി പ്ലസ് ഇവിടെ വൈ ഇൻറ്റു ക്യൂ, ഇവിടെ സെഡ് ഇൻറ്റു ആർ. ഇപ്പോൾ കിട്ടണ എന്താണോ അതാണെന്ത്? എ ഡോട്ട് ബി. ഇത് എന്ത് ചെയ്യും? ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, എക്സാം ഒക്കെ നമ്പർ എടുത്ത് നോക്കാം. അപ്പോൾ എ എന്ന് പറഞ്ഞ വെക്റ്റർ 2i പ്ലസ് 3j പ്ലസ് 4k എന്ന് വയ്ക്കാം. വെക്റ്റർ ബി എന്ന് പറയുന്നത് 6i പ്ലസ് 3j പ്ലസ് 4k എന്ന് വയ്ക്കാം. അപ്പോൾ എ ഡോട്ട് ബി എന്ത് ചെയ്യും? കണ്ടുപിടിക്കാം. ഫൈൻഡ് എ ഡോട്ട് ബി എന്ന ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഈ തമ്മിൽ ഗുണിക്കുക. ഐയുടെ കോഎഫിഷ്യൻ്റ് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ എന്താ പറയുക? 2 ഇൻറ്റു 6 എന്നിട്ട് പ്ലസ് ഇടുക. ഇപ്പോൾ തമ്മിൽ ഗുണിക്കുക. പിന്നെ 3 ഇൻറ്റു 3 ചെയ്യുക. പിന്നെ 4 ഇൻറ്റു പ്ലസ് 4 ഇൻറ്റു 4. ഇപ്പോൾ എന്താ വരിക? 6 2 12 പിന്നെ പ്ലസ് 3 ഇൻറ്റു 3 9 പ്ലസ് 4 4 16. എത്രയാണ് ആൻസർ കിട്ടിച്ചാൽ അതാവും എന്ത് ചെയ്യും? എ ഡോട്ട് ബി. ഇപ്പോൾ എ ഡോട്ട് ബി. ഈ ഭാഗത്ത് നിന്ന് നോക്കേണ്ട എന്തൊക്കെയാണ്? ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു മാർക്കിന് ചോദിക്കാനുള്ള ചാൻസുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? എളുപ്പമുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു പി-ക്യു 2 പോയിൻ്റ് ഇരുന്നിട്ട് എന്ത് ചെയ്യാം? പി-ക്യു കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ ലെങ്ത്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്. അതും അല്ലെങ്കിൽ എന്താണ്? വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി. ഈ 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഒരു മാർക്കിന് പൊതുവെ ചോദിച്ച് കാണാറുണ്ട്. വെക്റ്റർ എ ക്രോസ് ബി ഒക്കെ നമ്മൾ 3 മാർക്കിനൊക്കെ പൊതുവെ ചോദിക്കാറുള്ളൂ. അപ്പോൾ 3 മാർക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എ ഡോട്ട് ബി ഇത്രയും 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ എന്തായാലും പഠിച്ചേക്കുക. പിന്നെ അതുപോലത്തെ ആംഗിള് അതൊക്കെ എന്താണ്? 3 മാർക്കാണ് പൊതുവെ ചോദിക്കാറ്. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് യൂണിറ്റ് വെക്റ്റർ. ഇപ്പോൾ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ വയ്ക്കും. യൂണിറ്റ് വെക്റ്റർ എന്ത് ചെയ്യണം? പഠിച്ചാൽ. യൂണിറ്റ് വെക്റ്റർ എന്ന വെക്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്യും? ഒരു മാർക്കും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 3 മാർക്കിനും ഈ ഭാഗത്തും ചോദിക്കാറുണ്ട്. യൂണിറ്റ് വെക്റ്റർ എന്താ നമുക്കറിയാം? ആ വെക്റ്റർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റായി വരുന്നത്, അതായത് 1 ആയി വരുന്നതാണ് എന്ത്? യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വെക്റ്റർ ഡിവൈഡ് ബൈ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്റ്റർ. ഇതാണെന്ത്?
യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഒരു വെക്ടർ എന്നിട്ട് യൂണിറ്റ് വെക്ടർ എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? ആ വെക്ടർ എഴുതുക ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്താ നമുക്കറിയാം, ലെങ്ത് ഒക്കെ പഠിച്ചു. ഇപ്പോൾ √(x² + y² + z². അപ്പോൾ അതെന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ എന്തൊക്കെ വരിക? 2 പോയിൻ്റ് വരും, എന്നിട്ട് പീക്ക് നോട്ടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ലെങ്ത്ത്, മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ A.B, അല്ലെങ്കിൽ A ക്രോസ് B ചോദിക്കാറില്ല. അല്ലെങ്കിൽ അടുത്ത തന്നെ എന്താണ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇത്രയും ഈ 4 ടോപ്പിക്കാണെന്നാണ് എന്ത് ചെയ്യുക ഒരു മാർക്കിന് ചോദിക്കുക വെക്ടർ എന്ന പാഠത്തിൽ നിന്ന്. ഇപ്പോൾ 2 പാഠം നമ്മൾ പഠിച്ചു, 2 മൊഡ്യൂൾ നമ്മൾ പഠിച്ചു. ഒന്ന് എന്താണ് ഡിറ്റർമിനൻ്റ് മെട്രിക്സിൻ്റെയും നമുക്കറിയാം എന്തൊക്കെ വരിക എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള വെക്ടർ ആൾജിബ്രയിൽ നിന്ന് എന്തൊക്കെ വരിക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, നമുക്ക് തേർഡ് മൊഡ്യൂളിലേക്ക് പോവാം, ഇൻ്റഗ്രൽസിലേക്ക്. അപ്പോൾ ഇൻ്റഗ്രേഷൻ അത് തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും നമ്മൾ പഠിച്ചു. ഇതെന്താണ് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂളിൽ നിന്ന് നമുക്കറിയാം എന്താണ് ഇൻ്റഗ്രൽസാണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എന്ത് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡെഫിനിറ്റും ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ 6ാമതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവാലുവേറ്റ് sec(x tan x dx) എന്ന് പറഞ്ഞിട്ടുള്ളത്. sec(x tan x dx). അപ്പോൾ ഇത് നമുക്കറിയാം, ഡയറക്റ്റ് നമ്മൾ പഠിച്ച ഭാഗമാണ് എന്ത് ഇൻ്റഗ്രൽ sec(x tan x) എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കുറേ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ എന്താണ് നമുക്കറിയാം എന്താണ് sec(x + c) എന്നാണ് ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ്. sec(x + c) ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ 10 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ 10 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, പലതും ചോദിക്കാം. എന്താണ് അതിൽ വരുന്നതാണ് എന്ത് ഇൻ്റഗ്രൽ sec(x tan x). അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഇൻ്റഗ്രൽ cosec(x cot x) എന്താ ചോദിക്കും, എന്താ -cosec(x x + c) ആണ്. അല്ലെങ്കിൽ cosec² x എന്താ ചോദിക്കും, ഇൻ്റഗ്രൽ cosec² x dx എന്താ ചോദിക്കും, -cot x ആണ്. അല്ലെങ്കിൽ sec² x dx എന്താ ചോദിക്കും, എന്താ tan x ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിൽ സൈൻ, അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യും ഇൻ്റഗ്രൽ 1/√1 - x² ചോദിക്കും, സൈൻ ഇൻവേഴ്സ് x ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ചോദിക്കും. അപ്പോൾ അത് പഠിച്ചേക്കണം. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. എന്താണ് cosec(x) ഇൻ്റഗ്രൽ cosec(x × cot x dx എന്ത് വരിക, -cosec(x + c) വരിക. അല്ലെങ്കിൽ cosec² x dx എന്ന് വരിക, -cot x dx cot x + c വരിക. അല്ലെങ്കിൽ 1/x ഇൻ്റഗ്രൽ 1/x dx എന്ന് വരിക, log x വരിക + c വരിക. അതുപോലെ തന്നെ e⁻x എന്ന് വരിക, e⁻x എന്ന് വരിക. പിന്നെ ഇൻ്റഗ്രൽ 1/√1 - x² dx എന്ന് വരിക, അത് സൈൻ ഇൻവേഴ്സ് x വരിക. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 1/1 + x² dx എന്ന് വരിക, tan ഇൻവേഴ്സ് x വരിക. അപ്പോൾ അതൊക്കെ എന്താണ് ഇപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പേര് ചോദിക്കാൻ പറയാമല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത്രയും ഭാഗങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻസിങ് എന്ത് ചെയ്യാം പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു മാർക്ക് ഇവിടെ നിന്ന് കിട്ടും, ഇൻ്റഗ്രേഷനിൽ നിന്ന് കിട്ടും. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും ഒരു മാർക്ക് എന്തായാലും കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ എന്താണ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ e⁻2x എന്താ ചോദിച്ചിട്ടുണ്ട്, 2x dx എന്താ ചോദിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇൻ്റഗ്രൽ e⁻x എന്താണെന്ന് അറിയാം. e⁻x dx എന്താ നമുക്കറിയാം, e⁻x + c ആണെന്നറിയാം. നോക്കിക്കോ, ഇൻ്റഗ്രൽ e⁻ax dx ആണെന്നുണ്ടെങ്കിൽ, അതായത് എക്സിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും ഒരു സംഭവം വരികയെന്നുണ്ടെങ്കിൽ, കോൺസ്റ്റൻറ്റ് വരികയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, e⁻ax/a. ഇവിടെ എന്താണോ ഉള്ളത്, എക്സിൻ്റെ അടുത്ത് എന്താണോ ഉള്ളത് അതെന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക +c. എന്താണ് ഇൻ്റഗ്രൽ e⁻x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം e⁻x + c ആണ്. ഇൻ്റഗ്രൽ e⁻ax എക്സിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഇക്വേഷൻ. ഇൻ്റഗ്രൽ e⁻ax + dx = എന്ത് വരും e⁻ax/a + c. ഇവിടെ നോക്ക്, ഇവിടെ എന്താ ഇൻ്റഗ്രൽ ഇവിടെ വരുന്നത്, ഇവിടെ നോക്കി എന്താ വരുന്നത്, ഇവിടെ എന്താ ഇൻ്റഗ്രൽ e⁻2x dx അല്ലേ? ഇവിടെ a ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻ്റഗ്രൽ 2x എന്താണ് എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ 2 അല്ലേ? അപ്പോൾ 2 + c. ഇതാണ് എന്ത് ആൻസർ എന്താണ് ഇൻ്റഗ്രൽ e⁻2x dx എന്ന് പറഞ്ഞാൽ എന്താണ് e⁻2x/2 + c. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ e⁻x വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നിന്ന് പൊതുവേ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ വരും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻ്റഗ്രൽ ചോദിക്കും. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഏതൊക്കെ ഇൻ്റഗ്രൽ ആയിരിക്കും, ഇൻ്റഗ്രൽ x² എന്താ, ഇൻ്റഗ്രൽ x³ എന്താ, ഇൻ്റഗ്രൽ 1/x എന്താ, ഒക്കെ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ x² നമുക്കറിയാം, ഇൻ്റഗ്രൽ x⁻n എന്ന് പറഞ്ഞാൽ എന്താ
എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്നാണ് അല്ലേ. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇത് പറഞ്ഞുതരാം. അതായത് ഡയറക്റ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചില്ലല്ലോ ഇൻ്റഗ്രേഷനിൽ. ഡയറക്റ്റ് എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു 3x 2x പഠിച്ച പോലെ തന്നെ വേറെ എന്തെങ്കിലും എന്ത് ചെയ്യും, ഇ റേസ് ടു വെച്ച് വരാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ വെച്ച് വരാം. എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എന്താണ് എക്സ് സ്ക്വയർ എന്ന് വരിക. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്നാണ്. എൻ ഉണ്ടെങ്കിൽ എൻ എത്രയാണോ അതിൽ കൂടി ഒന്ന് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, മേലെ എഴുതുക, അടിയിൽ എഴുതുക. അപ്പോൾ അതാണ് എന്ത് വരിക, ഇങ്ങനെ വരിക. എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എന്ത് വരും, സി എന്ന് വരും. അപ്പോൾ ഈ മോഡൽ വരുന്നുണ്ട്, ഈ ഇക്വേഷൻ വെച്ച് എക്സ് റേസ് എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 വെച്ച് വരാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത്, ഇപ്പോൾ ഇൻ്റഗ്രൽ എന്ത് ചെയ്യും, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരും. ഇപ്പോൾ 0 to 1 0 to π വരും. സൈൻ എക്സ് എന്താ വരും, ഡി എക്സ്. ഒന്നുമില്ല, സൈൻ എക്സ് എന്ത് ചെയ്യുക, അപ്പോൾ എന്ത് വരാം, സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് എക്സ് വരും അല്ലേ, മൈനസ് കോസ് എക്സ് വരും. പിന്നെ എന്ത് ചെയ്യുക, 0 to π കൊടുക്കുക, അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് കോസ് പൈ മൈനസ് കോസ് 0 എന്ന് വരും. അപ്പോൾ എത്രയാണ് ആൻസർ അത് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ തേർഡ് മൊഡ്യൂളിൽ നിന്ന് എന്ത് ചെയ്യുക വരിക. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒരു മാർക്കിന് വരിക. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എന്താണ് സിമ്പിളായിട്ട് ഭാഗമാണത്, ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫൈൻഡ് ദ, ഓർത്ത് വെച്ചോ, എന്തായാലും ചോദിക്കും, ഓർഡർ ആൻഡ് ഡിഗ്രി മറക്കണ്ട, എന്തായാലും ചോദിക്കും. ഒരു മാർക്ക് സ്കോർ ചെയ്താൽ എന്താ, 5 ഇൻറ്റു ഡി ക്യൂ ബൈ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ക്യൂ മൈനസ് 6 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 4y ഈക്വൽ ടു 0. ഓർത്ത് വെച്ചോ, ഓർഡർ എന്നല്ലേ, ഓർഡറും വേണം നമുക്ക്, അതുപോലെ തന്നെ ഡിഗ്രിയും വേണം. ഓർഡറും വേണം, ഡിഗ്രിയും വേണം. അതിനോട് മാറരുത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് നോക്കുക. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താ നോക്കുക, ഡെറിവേറ്റീവ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താ നോക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അതെന്താ മനസ്സിലായി, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഒന്നുമില്ലെങ്കിൽ നോക്കിയാൽ മതി. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയറും ഉണ്ട്, പ്ലസ് 4y ഉണ്ട്. ഇവിടെ ഡിയുടെ മുകളിൽ ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താ, ഡി ക്യൂബാണ് അല്ലേ. ആ ഫംഗ്ഷന് 3 തവണ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് 3 ആണ്. അപ്പോൾ അതാണ് എന്ത് മക്കളെ നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഇവിടെ ഉണ്ട്, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഇനി ഇവിടെ ഒരു ഡി റേസ് ടു 4y ബൈ ഡി എക്സ് റേസ് ടു 4 ഉണ്ടെങ്കിലോ ഇവിടുത്തെ ഓർഡർ എത്രയാണ് മക്കളെ, 4 ആണ്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് 3 ആയിരുന്നു, ഇവിടെ ഹയസ്റ്റ് എത്രയാണ്, 4 ആണ്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതാണ് എന്ത്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ്, 3 ആണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നോക്കിയാൽ മതി, ഡിയുടെ മുകളിൽ എത്രയാണ് ഏറ്റവും വലുത് നോക്കുക. അപ്പോൾ 5 ആണെങ്കിൽ 5, 6 ആണെങ്കിൽ 6, 7 ആണെങ്കിൽ 7. അപ്പോൾ അതാണെന്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇനി ഡിഗ്രി അടുത്താണെന്ത്, ഡിഗ്രി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ എത്ര നോക്കുക, ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ എത്രയാണ് നോക്കുക, അതാണെന്ത് ഡിഗ്രി. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ എന്താണോ അതാണെന്ത് ഡിഗ്രി. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഓർഡർ എന്നതല്ലേ ഡി എക്സ് ക്യൂബ് അല്ലേ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് അല്ലേ, അതിൻ്റെ പവർ എത്രയാണ്, അത് ഒറ്റയ്ക്ക് നിൽക്കല്ലേ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ അതിന് പവർ എത്രയാണ് നമുക്ക് 1 അറിയാം. നമുക്കറിയാം എക്സ് ഒറ്റയ്ക്ക് നിൽക്കണം, എക്സിൻ്റെ പവർ എത്രയാണ് 1, വൈ ഒറ്റയ്ക്ക് നിൽക്കണം, വൈയുടെ പവർ എത്രയാണ് 1. അപ്പോൾ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ അതിൻ്റെ പവർ എത്രയാണ് 1. ഇവിടെ എത്ര ഡിഗ്രി വരിക, 1 ആണ് വരിക. വേറെ എക്സാമ്പിൾ നോക്കാം. 4 ഡിഗ്രി മനസ്സിലായില്ലേ, ഒരു മാർക്ക് എന്തായാലും ചോദിക്കൂട്ടാ, ഈ ഭാഗത്തുനിന്ന് ചോദിക്കാതെ പോകില്ല. അപ്പോൾ എന്താണ് ഓർഡർ പറഞ്ഞാൽ, ഇപ്പോൾ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബും മൈനസ് 6 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4y ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇവിടെ എത്രയാണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഓർഡർ എത്രയാണ് നമുക്കറിയാം, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നോക്കാം. ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എത്രയാണ് 3 ആണ്. അപ്പോൾ ഓർഡർ 3. ഇനി ഇതിന് ഡിഗ്രി എന്നല്ലോ, ആ ഓർഡറിൻ്റെ ഏറ്റവും പവർ എത്രയാണ് നോക്കാം, മുകളിലത്തെ പവർ എത്രയാണ് 1. അപ്പോൾ ഓർഡർ 3യും ഡിഗ്രി 1. ഇനി വേറെ നോക്കാം. ഇപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ റേസ് ടു 4 പ്ലസ്
dy/dx ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടുത്തെ ഓർഡർ എത്രയാണ്? ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ ഇവിടെ 1 ഇവിടെ 2, അപ്പോൾ 2 അല്ലേ ഓർഡർ 2. ഡിഗ്രി എത്രയാണ്? 4. ക്ലിയർ ആയില്ലേ? ഡിഗ്രി 4. ഇപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡറിൻ്റെ മുകളിലുള്ള പവർ എത്രയാണ്? 4. അപ്പോൾ ഡിഗ്രി എത്രയാണ്? അപ്പോൾ ഇതെന്തായാലും ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. അടുത്തൊരു ഭാഗമാണ് എന്ത്? സോൾവ് dy/dx ഈസ് ഈക്വൽ ടു എക്സ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. സിമ്പിളായ ഒരു കാര്യമാണ്. നമ്മളെന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചൊരു കാര്യമാണ് എന്ത്? വേരിയബിൾ സെപ്പറബിൾ ഫോം. അതായത് ഒന്നുമില്ല, എക്സും വൈ ഉണ്ടെങ്കിൽ ഇവിടെ എക്സിൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. വൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു ഇപ്പോൾ f(x) ഇൻറ്റു φ(y) എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, വൈയുടെ ടേംസിനൊക്കെ ഒരു ഭാഗത്തേക്കും എക്സിൻ്റെ ടേംസിനൊക്കെ എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് വെക്കുക. അപ്പോൾ എന്താ കിട്ടും നമുക്ക്? φ(y) ഇൻറ്റു dy ഈസ് ഈക്വൽ ടു f(x) ഇൻറ്റു dx കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്? അതാണെന്ത്? അതിനെ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? dy/dx ഈക്വൽ, ഇപ്പോൾ സിമ്പിളായ ക്വസ്റ്റ്യൻ. എന്താ? dy/dx ഈക്വൽ ടു എന്താണ്? എക്സ് ഉണ്ട് അല്ലേ? പക്ഷെ ഇവിടെ വൈ ഇല്ല, പേടിക്കുന്ന ആവശ്യമില്ല. വൈ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, വൈ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മളെന്ത് ചെയ്യുക? എക്സിനൊക്കെ ബാധിക്കുക, വൈനൊക്കെ ബാധിക്കുക. ഇവിടെ എക്സ് ഇവിടെ അല്ല ഉള്ളത്, ഇപ്പോൾ ഈ dx നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താ വരിക? dy എന്ന് ഇവിടെ വരും, പിന്നെ എക്സ് ഇൻറ്റു dx എന്ന് വരും. അപ്പോൾ ഇതേമാതിരി ആയില്ല, ഇതേമാതിരി ആയില്ല ഇക്വേഷൻ. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത്? രണ്ട് ഭാഗത്തുകൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എന്താ കിട്ടുക? ഇൻറ്റഗ്രൽ dy എന്താ? 1 dy അല്ലേ? 1 ആകുമ്പോൾ കോൺസ്റ്റൻ്റ് അവിടെ എന്താ വരിക? ഒരു എക്സ് വരും, എക്സ് പ്ലസ് വരും, പക്ഷേ ഒരു സി ഇട്ടാൽ മതി, രണ്ടും കോൺസ്റ്റൻ്റ് അല്ലേ? എക്സ്, അപ്പോൾ എക്സ് വരും ഈക്വൽ ടു ഇവിടെ എന്താ വരിക? എക്സ് ഇൻറ്റു dx ഇൻറ്റഗ്രൽ. ഇവിടെ എന്താ വരിക? ഇൻറ്റഗ്രൽ. അപ്പോൾ എന്താ വരിക? ഇൻറ്റഗ്രൽ 1 dy എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമുക്കറിയാം കോൺസ്റ്റൻ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ വരിക? എക്സ് അല്ല, ഇൻറ്റഗ്രൽ നമുക്കറിയാം ഇൻറ്റഗ്രൽ എക്സ് കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കെ എന്ന കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കെ എക്സ് വരും. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇവിടെ എന്താ വരിക? വൈ എന്ന് വരും അല്ലേ? 1y അല്ലെങ്കിൽ വൈ എന്ന് വരും. ഇവിടെ എക്സാ, ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സാ, ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് എന്താ വരിക? നമുക്കറിയാം ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് റേസ് ടു n+1/n+1 ഇസ് പ്ലസ് സി എന്നാണ്. ഇവിടെ n വേണം എത്രയാണ്? ഇവിടെ വെറും എക്സ് പറഞ്ഞാൽ പവർ 1 ആയിരിക്കും. അപ്പോൾ എക്സ് റേസ് ടു 1+1/1+1 പ്ലസ് സി, അതായത് x²/2 പ്ലസ് സി അല്ലേ? ഇവിടെ എന്ത് വരും? y ഈസ് ഈക്വൽ ടു x²/2 പ്ലസ് സി. x²/2 പ്ലസ് സി, y ഈസ് ഈക്വൽ ടു x²/2 പ്ലസ് സി. അപ്പോൾ ആൻസർ x²/2 പ്ലസ് സി. അപ്പോൾ ഈ ഭാഗത്തിന് 2 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ഏതെങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? വൈനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോവുക, എക്സിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോകുക. വേരിയബിൾ സെപ്പറേറ്റ് ഫോമിലാണെങ്കിൽ വൈനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോകുക, എക്സിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോകുക. എങ്ങനെയായിരിക്കണം? dy/dx ഈക്വൽ ടു എന്താണ്? f(x/φ(y) എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വേരിയബിൾ സെപ്പറേറ്റ് ഫോമിൽ എന്ത് ചെയ്യുക? നമുക്ക് ചെയ്യാം. എങ്ങനെ? എക്സിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോകുക, വൈനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതാണ് പൊതുവേ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി. ഓർഡർ എന്താ? ഹയസ്റ്റ് ഓർഡർ എഴുതി വെക്കുക, അതാണ് എന്ത്? ഓർഡർ. അതിൻ്റെ പവറാണെന്ത്? ഡിഗ്രി. ഓർഡറും ഡിഗ്രി. ഇത്രയും ക്വസ്റ്റ്യൻസാണ് എന്ത് ചെയ്യുക? ഒരു മാർക്കിന് ചോദിക്കാറ്. എല്ലാ മോഡലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 മാർക്ക്. ഓക്കെ, നിസ്സാറായി കാണണ്ട, 9 മാർക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ 9 മാർക്ക് എന്ത് ചെയ്യുക? നമുക്ക് സ്കോർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം സിമ്പിളായ കാര്യങ്ങളാണ് ഈ 1 വേർഡിൽ ചോദിക്കാറ്. അപ്പോൾ എന്ത് ചെയ്യുക? 9 മാർക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എന്ത് ചെയ്യാം? നമുക്ക് 3 മാർക്കിന് ഇറങ്ങി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തന്നെ നോക്കാം.